രക്ഷിക്കപ്പെടാൻ ഒരു വഴിയുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4:12 എഴുതിയിട്ടുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും റോമർ 10:9 എഴുതിയിട്ടുണ്ട്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടാനുള്ള വഴി ആരാണ്? യേശുവാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഫൈനാൻഷ്യൽ ക്രൈസിസോ രോഗങ്ങളോ ഒന്നുമല്ല, പാപമാണ്. പാപം. സകല പ്രശ്നങ്ങളുടെയും റൂട്ട് കേസ് പാപമാണ്. എല്ലാത്തിനും ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ വേറൊരു ജോലി കിട്ടും. ഒരു ബസ് പോയാൽ വേറൊരു ബസ് കിട്ടും. ഒരു ട്രെയിൻ പോയാൽ വേറൊരു ട്രെയിൻ കിട്ടും. ഇവിടെ എല്ലാത്തിനും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഓപ്ഷൻ ഇല്ലാത്ത ഒന്നുണ്ട്. മനുഷ്യൻ ലോക്കായി പോയ ഒന്നുണ്ട്. ആ ലോക്ക് അഴിക്കാൻ അത് പാപത്തിന്റെ ലോക്കാണ്. ആ ലോക്ക് അഴിക്കാൻ താക്കോലുമായി ഈ ഭൂമിയിൽ വന്ന ഒരുവനേ ഉള്ളൂ. ആ ലോക്ക് അഴിക്കാൻ താക്കോലുമായി ഈ ഭൂമിയിൽ വന്ന ഒരുവനേ ഉള്ളൂ. അത് ദൈവപുത്രനായ യേശുവാണ്. കാരണം പാപിയെ രക്ഷിക്കാൻ പാപിക്ക് കഴിയുകയില്ല. അന്ധന് വഴി കാണിക്കാൻ അന്ധന് കഴിയുകയില്ല. കാഴ്ചയുള്ളവന് മാത്രമേ അന്ധനെ വഴി കാണിക്കാൻ കഴിയൂ. ഇരുട്ടിലിരിക്കുന്നവന് വഴി കാണിക്കാൻ കയ്യിൽ വെളിച്ചമുള്ളവനെ കഴിയൂ. ലോകം മുഴുവൻ ഉറ്റുനോക്കിയതായ രക്ഷകൻ, സേവിയർ ഓഫ് ദ വേൾഡ്, savior of this universal, savior of this city, who is the savior of this earth, ഒരുത്തനിലും രക്ഷയില്ല. നിന്റെ ശരീരത്തിൽ ജീവിതത്തിൽ വസിക്കുന്ന ജന്മ കർമ്മ പാപങ്ങൾ, നീ വഹിച്ചുകൊണ്ട് നടക്കുന്ന ശാപങ്ങൾ, നിന്റെ അപ്പനപ്പന്മാരുടെ പ്രവൃത്തികളാൽ ഉളവാക്കപ്പെട്ട തിന്മകൾ ഏത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആർക്ക് സർജറി ചെയ്ത് മാറ്റാൻ കഴിയും? അവിടെയാണ് 1 യോഹന്നാൻ 1:7-8 രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ശകലമല്ല സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അവനിൽ ഇരുട്ടൊട്ടുമില്ല.